നമസ്കാരം. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ 38 കിലോമീറ്ററോളം ഒഴുകി കരക്കടിഞ്ഞത് 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളും. മുണ്ടക്കൈ പള്ളി ഇമാം, ഗുഡല്ലൂർ മണ്ണാത്തിവയൽ സ്വദേശി ശിഹാബ് ഫൈസി, ചൂരൽമല ആമക്കുഴിയിൽ സക്കീറിൻ്റെയും തബ്സയുടെയും മകളും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ മിൻഹ ഷെറിൻ, ചൂരൽമല ചിലക്കര വീട്ടിൽ ഉബൈദിൻ്റെ മകൾ സിയ നൗറിൻ എന്നിവരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. മിൻഹയുടെ മാതാവ് തബ്സയുടെ മൃതദേഹം സംഭവസ്ഥലത്ത് തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ കുമ്പളപ്പാറ മുതൽ ചുങ്കത്തറ വരെ ചാലിയാറിൻ്റെ വിവിധ തീരദേശങ്ങളിൽ നിന്ന് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ പോത്തുകല്ലിനും കുനിപ്പാലയ്ക്കുമിടയിൽ 4 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടത്. ചാലിയാറിൻ്റെ മറുകരയിൽ വനത്തിനകത്തെ തരിപ്പപ്പൊട്ടിക്ക് സമീപം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ആദിവാസികൾ അറിയിച്ചു. എങ്കിലും കുത്തിയൊഴുകുന്ന ചാലിയാർ മറികടക്കാൻ പ്രയാസമായിരുന്നു. പിന്നീട് നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ ബോട്ടിൽ മറുകരയിൽ എത്തി തിരച്ചിൽ ആരംഭിച്ചു. 12 മണിയോടെ NDRF സംഘവും എത്തിയ ശേഷം കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തുന്നത്. ഇതാദ്യമായിട്ടാണ് ചാലിയാറിൻ്റെ തീരത്തുള്ളവർ ഇത്രയും മൃതദേഹങ്ങൾ കാണുന്നത്. ചിതറിത്തെറിച്ച കൈകാലുകളും ശരീരഭാഗങ്ങളും കണ്ടെടുത്തപ്പോൾ ഉള്ളുലഞ്ഞു. കിട്ടിയ ഭാഗങ്ങൾ തുണിയിലും മറ്റുമായി പൊതിഞ്ഞ് ആളുകൾ ഏറെ ദൂരം നടന്നാണ് ആംബുലൻസിലേക്ക് എത്തിച്ചത്. തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിലമ്പൂർ ആശുപത്രിയിൽ രാവിലെ 8 മണിക്കാണ് ആദ്യ മൃതദേഹം എത്തിയത്. ആദ്യം കിട്ടിയത് ഒരു ആൺകുട്ടിയുടെ മൃതദേഹമാണ്. പിന്നാലെ കൂടുതൽ ശരീരങ്ങളും ശരീരഭാഗങ്ങളും വന്ന് തുടങ്ങിയതോടെ ആകെയുള്ള 6 ശീതീകരണികൾ നിറഞ്ഞു. പിന്നെ മൊബൈൽ മോർച്ചറികൾക്കായി തിരച്ചിൽ. ആവശ്യമറിഞ്ഞ് വിവിധയിടങ്ങളിൽ നിന്ന് യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും മൊബൈൽ ശീതീകരണികളുമായി ആശുപത്രിയിലേക്ക് എത്തി. ഇതിനിടെ സൈറൺ മുഴക്കി കൂടുതൽ ആംബുലൻസുകൾ ചാലിയാർ തീരത്തേക്കും അവിടെ നിന്ന് മൃതദേഹങ്ങളുമായി ആശുപത്രിയിലേക്കും എത്തി. നിലമ്പൂർ നഗരത്തിൽ ഇന്നലെ മുഴുവൻ ആംബുലൻസ് സൈറണുകളുടെ മുഴക്കമായിരുന്നു കേട്ടത്. അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ലഭ്യമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം. അടിസ്ഥാന ആശയവിനിമയ യാത്രാ സംവിധാനങ്ങൾ എത്രയും വേഗം ക്രമീകരിക്കണം. കേരളത്തിലും മറ്റ് പശ്ചിമഘട്ട പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വർദ്ധിച്ചു എന്നും പരിസ്ഥിതി ദുർബല പ്രദേശത്തിൻ്റെ സാഹചര്യം വ്യക്തമാകാൻ വിശദ പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സ്പീക്കർ ചർച്ച അനുവദിക്കാതെ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധമുയർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിട്ടുണ്ടെന്നും കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രിയെ അയച്ചിട്ടുണ്ടെന്നും ഇതിന് പിന്നാലെ മന്ത്രി കിരൺ റിജ്ജു സഭയിൽ വ്യക്തമാക്കി. ദുരന്തത്തിൽ ചർച്ചയ്ക്കായുള്ള വിവിധ അംഗങ്ങളുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ അനുവദിച്ചില്ല. ഇതിനിടയിൽ രാജ്യസഭയിൽ അജണ്ട മാറ്റിവെച്ച് ദുരന്തം ചർച്ച ചെയ്യണമെന്ന ആവശ്യം അധ്യക്ഷൻ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജോസ് കെ മാണി MP പൊട്ടിത്തെറിച്ചു. കൈയും മെയ്യും മറന്ന കേരളത്തിനൊപ്പം നിൽക്കേണ്ട കേന്ദ്ര സർക്കാർ മൗനം പുലർത്തുന്നത് കുറ്റകരമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ശക്തമായ മഴയും വയനാട് മുണ്ടക്കൈ ദുരന്തവും കണക്കിലെടുത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ അവധിയിലുള്ള എല്ലാ ജീവനക്കാരോടും അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിലാണ് ഇന്നലെ തീരുമാനം കൈക്കൊണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കണം. എല്ലാവിധത്തിലുള്ള പിന്തുണയും വയനാട്ടിലെ ജനതയ്ക്ക് നൽകണം. ആരോഗ്യവകുപ്പ് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിവിധ മേഖലകളിൽ ക്യാമ്പുകളും താൽക്കാലിക ആശുപത്രികളും തുറക്കണം. പരിക്കേറ്റവരെ അടിയന്തരമായി ചികിത്സിക്കണം. ആശുപത്രിയിലെ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമുള്ളതാക്കണം. ഡോക്ടർമാർ ജാഗരൂകരായിരിക്കണം. മരണസംഖ്യ കുറയ്ക്കാനുള്ള ശ്രമത്തിൽ ആരോഗ്യ വകുപ്പും പ്രവർത്തകരും മുൻപന്തിയിൽ നിൽക്കണം എന്ന കാര്യവും മന്ത്രി ആവശ്യപ്പെട്ടു. വയനാട്ടിന് എല്ലാവിധ പിന്തുണയും സേവനവും ഉറപ്പാക്കും എന്നും മന്ത്രി പറഞ്ഞു. പ്രദേശത്തേക്ക് മരുന്നുകളും അത്യാവശ്യ ജീവൻ രക്ഷാ ഉപകരണങ്ങളും കൂടുതൽ എത്തിക്കാനുള്ള നടപടി ഇന്നും തുടരും. ഈ രീതിയിൽ വളരെ ശക്തമായ എല്ലാ വകുപ്പുകളും ഈ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും കൂടുതൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെയും എത്തിച്ച് വയനാട്ടിലെ രക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണം, തിരച്ചിൽ കൂടുതൽ ശക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടിരുന്നു.